ആരോ ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയ ഒരു മ്യൂസിക് പ്ലെയർ. ഇത് ഞാനിവിടെ 30 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ഒരു മ്യൂസിക് പ്ലെയർ വീണ്ടും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ തവണ നമുക്ക് ആക്രിക്കടയിൽ നിന്നും ഈ കാണുന്ന ഈ സ്പീക്കറും അതുപോലെ ഈ ഒരു മ്യൂസിക് പ്ലെയറാണ് കിട്ടിയേക്കുന്നത്. ഈ ഒരു മ്യൂസിക് പ്ലെയറിന് 30 രൂപയാണ് ആയത്. ഇതുപോലെ കുത്തിപ്പൊളിച്ച അവസ്ഥയിലേക്കാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അതുപോലെ ഈ ഒരു ഡാമേജ് ആയ സ്പീക്കർ ഞാനിവിടെ വാങ്ങിയത് ഇതിൻ്റെ റിപ്പയറിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയ സ്പീക്കർ, ബൂഫർ, സബ് ബൂഫർ ഇതൊക്കെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സ്പെയറുകളും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ റിപ്പയറിംഗ് വീഡിയോ ഇത് നമ്മുടെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണുള്ളത്, ടെക് ഓട്ടോമോട്ടീവ് 2.0. ഈ ഒരു ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ തൂക്കം നോക്കിയിട്ടാണ് അവർ വില പറയുന്നത്. ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിവിടെ 30 രൂപയ്ക്ക് കിട്ടി. അതുപോലെ ഈ പ്ലെയറിൻ്റെ സ്ക്രൂ ഒക്കെ ഇടുന്നത് പൊട്ടിപ്പോയിട്ടാണെന്ന് തോന്നുന്നു. ഇതുപോലെ കമ്പിയൊക്കെ ചൂടാക്കിയായിരുന്നു ഇത് അടച്ചു വെച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് വർക്ക് ചെയ്യാൻ 4 ബാറ്ററിയാണ് ഇടുന്നത്. AA ടൈപ്പ് 4 റീചാർജബിൾ ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ ഉള്ളിലായിട്ട് വേറെ ഒരു സെപ്പറേറ്റ് 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ നിന്നാണ് ഇതിലുള്ള സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ആയ സമയത്ത് ആരെങ്കിലും നന്നാക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പം അവർ ചെയ്ത് കൊടുത്തേക്കണമായിരിക്കണം ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു ബോർഡിലെ പ്രിൻ്റൊക്കെ കത്തിപ്പോഴും ജമ്പർ വയറൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഇതിൻ്റെ പരിപ്പിളക്കി കഴിഞ്ഞിട്ടാണ് ഇത് ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയത്. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം ഇത് നന്നാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്പീക്കർ ആദ്യമേ തന്നെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഈ സ്പീക്കർക്കില്ല ഇതിൻ്റെ എല്ലാം ഇടയ്ക്കിടെ എല്ലാം ചെളിയും പൊടിയെല്ലാം കയറിയിരിപ്പുണ്ടാവും. ഇതൊക്കെ ഒന്ന് നമുക്ക് അഴിച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ ഇതും കുത്തിപ്പൊളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം ചെക്ക് ചെയ്ത് പരിഹരിക്കാൻ പറ്റുമോ നോക്കാൻ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിന്നിവിടെ ഫോം ക്ലീനറാണ് ആദ്യമേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ക്ലീനർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എങ്കിലാണ് ചെളിയും കറയൊക്കെ നന്നായിട്ട് ഇളകി വരുള്ളൂ. ഇനി അടുത്തായിട്ട് എന്തെങ്കിലും ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ചെല്ലാം നിറച്ച് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഞാനിവിടെ ഇതിൻ്റെ ഒരു ബോർഡും ഫോം ക്ലീനർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പുറമേയുള്ള കവറൊക്കെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റും. സാധാരണ നമ്മളിങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം വെള്ളം ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാറുണ്ടായിരുന്നു. ഇപ്പം ഫുള്ളായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്യാത്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കഴുകിയെടുത്ത് എല്ലാം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ സ്പീക്കറിന് കുഴപ്പമൊന്നുമില്ല, സ്പീക്കർ ഓക്കെയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്യാം. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഇത് ബോർഡിലെ ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്, അതായത് നെഗറ്റീവിൽ. അടുത്തായിട്ട് ഈ ഒരു ബോർഡിലെ സ്വിച്ച് ഓൺ ചെയ്തിടുക. ഇനി മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ഇത് ഈ ഒരു ബോർഡിലെ പോസിറ്റീവ് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന ഈ ഒരു പോയിൽ ടച്ച് ചെയ്ത് നോക്കി കഴിയുമ്പം ഷോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നിലവിലിപ്പം ഈ ഒരു മെയിൻ ബോർഡിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതിലേക്ക് പവർ സപ്ലൈ കൊടുത്തു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൽ ബസർ കണ്ടിന്യൂറ്റി മോഡൊക്കെയാണ് ഇടുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ഈ ഒരു മെയിൻ ബോർഡിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഞാനാണിത് കട്ട് ചെയ്തെടുത്തതുപോലെ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ നെഗറ്റീവ് പവർ സപ്ലൈ കണക്ട് ചെയ്യണ ആ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുക. മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് അത് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ പോസിറ്റീവ് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ടച്ച് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ ഒരു ബോർഡിൽ നല്ല രീതിയിൽ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇങ്ങനെ ഷോർട്ട് കാണിക്കാനുള്ള കാരണം ഒന്നെങ്കിൽ ഇതിൻ്റെ മെയിൻ ആംപ്ലിഫയർ IC കംപ്ലൈൻറ്റ് ആയതായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും SMD കപ്പാസിറ്റർ ഷോർട്ട് ആയതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞാനിപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഈ ഒരു ബോർഡിലെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡിലുള്ള ഓരോ SMD കപ്പാസിറ്ററിൻ്റെയും 2 സൈഡിലുള്ള കാലുകളിൽ ഈ ഒരു മൾട്ടിമീറ്റർ നെഗറ്റീവ് പ്രോബ് ടച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെ 2 സൈഡിലെ കാലുകളിലും ഇതുപോലെ ഹൈ റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു കപ്പാസിറ്റർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡിലെ കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൽ ഒരു കപ്പാസിറ്ററിൽ മാത്രം ഹൈ റീഡിംഗ് 2 കാലുകളിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പാസിറ്ററുകളൊക്കെ പണി മുടക്കിയാലും ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കപ്പാസിറ്റർ ഷോർട്ട് ആണെന്ന് അതുപോലെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ പറ്റും, അതല്ലെങ്കിൽ റോക്സിൻ ഫ്ലെക്സ് ഒക്കെ ഉപയോഗിച്ചും തെർമൽ ക്യാമറയൊക്കെ ഉപയോഗിച്ചെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഒരിക്കൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഈ ഒരു ബോർഡിനെ നന്നാക്കി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് ഈ കാണുന്ന പോലത്തെ റീചാർജബിൾ ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി ഇതിൽ ഉപയോഗിച്ചാലാണ് നമുക്കിത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സാധാരണ ബാറ്ററി ഇടാം. അങ്ങനെ ഞാൻ ഇതിലേക്ക് ബാറ്ററിയിലായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പിന്നിലേക്ക് നമുക്ക് ബോർഡ് ഇറക്കി വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഇതിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്ത സമയത്ത് ഇത് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിലെ ആംപ്ലിഫയർ സെക്ഷൻ കംപ്ലൈൻ്റ് ആയ സമയത്തായിരിക്കണം ഇതിൽ അഡീഷണൽ ആയിട്ട് വേറെ ആംപ്ലിഫയർ കണക്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്.
അപ്പോൾ ഞാനിവിടെ ഇനി ഈ കാണുന്ന പോലത്തെ ആംപ്ലിഫയർ ബോർഡ് ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ബോർഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ആംപ്ലിഫയർ സെക്ഷനുകൾ വരുന്നുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ആംപ്ലിഫയർ IC ഒക്കെ വരുന്നത്. ഇവിടുത്തെ IC ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടായിരുന്നു ഇവിടെ വേറെ സെപ്പറേറ്റ് ആംപ്ലിഫയർ ബോർഡൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക് പ്ലെയറുകളുടെയൊക്കെ ബോർഡുകളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ IC TPA 2005 ആണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ IC മറ്റൊരു USB പ്ലെയറിൻ്റെ ബോർഡിൽ നിന്നും എടുക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ഈ ഒരു USB പ്ലെയറിൻ്റെ ഈ ഒരു ബോർഡിൽ നിന്നും ഈ ഒരു ആംപ്ലിഫയർ IC റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ IC ഈ ഒരു ബോർഡിലേക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പം ബ്ലോവർ ഉപയോഗിച്ച് ആദ്യമേ ലിഡൊന്ന് ഉരുക്കിയിട്ട് ഈ ഒരു IC ഇതിലേക്ക് വെച്ചാൽ മതി. ഇങ്ങനെ അങ്ങനെ ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് സ്പീക്കർ ഒട്ടിച്ച് കൊടുക്കണം. അതിനായിട്ട് ഫെവിബോണ്ട് പശ ചുറ്റിനിട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് സ്പീക്കർ ഇറക്കി വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെയും പശ ഇട്ട് കൊടുക്കണം. എങ്കിലാണ് കറക്റ്റായിട്ട് ഇട്ടുള്ളൂ. അങ്ങനെ ഇത് നമ്മളിവിടെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിൽ ചെയ്യാനുള്ളത് സ്പീക്കറിൽ കണക്ട് ചെയ്തേക്കുന്ന 2 വയറുകൾ. അത് നമുക്ക് ഈ ഒരു ബോർഡിലേക്കാണ് ഇനി കണക്ട് ചെയ്യാനുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ICക്ക് ഫിറ്റ് ചെയ്തേക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ വേറെ ആംപ്ലിഫയർ ബോർഡൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തായിട്ടുള്ളത് ഇതിൻ്റെ ഒരു സ്പീക്കർ ഗില്ല് ഇത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതും കറക്റ്റ് സെൻറ്റർ നോക്കി ഇറക്കി വെച്ച് ഇനി ഇതിൻ്റെ ലോക്കും കൂടെ മടക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പരിപാടിയും ഏറെക്കുറെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഏറെക്കുറെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻറ്റിനയുടെ വയർ കൂടിയാണ് കണക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ അത് നമ്മൾ ഫൈനലായിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പുറകിലെ കവർ നമുക്ക് സ്ക്രൂ ഇട്ട് മുറുക്കാനൊന്നും പറ്റില്ല, അതെല്ലാം ഒടിഞ്ഞു പോയേക്കുവാണ്. അപ്പോൾ അത് പക്ഷേ എന്തെങ്കിലും ഒട്ടിച്ചെടുക്കാനൊക്കെയാണ് പറ്റുള്ളൂ. പിന്നെ ഈ ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ ഈ ഒരു ടോപ്പ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു സാധനം നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒപ്പിക്കാൻ പറ്റും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇവിടെ. നമ്മുടെ ലക്ഷ്യം ഇത് വീണ്ടും ഒന്നുകൂടി വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് നടന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് കൂടി ഒന്ന് കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് പ്രശ്നം കാരണമാണ് അധികം പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലെയർ ഫൈനലായിട്ട് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാനിതിവിടെ ചാർജും കുത്തിയിട്ട് നോക്കിയിരുന്നു, ചാർജും കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിക് പ്ലെയർ സെപ്പറേറ്റ് ആയിട്ട് വെച്ച ആംപ്ലിഫയർ ബോർഡ് ഷോർട്ടായ സമയത്ത് ഇത് വർക്ക് ചെയ്യാതെ വന്ന് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയത്. അതുപോലെ ഈ ഒരു മ്യൂസിക് പ്ലെയർ മേടിച്ച ആക്രിക്കടയിൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു സ്പീക്കറും കൂടി മേടിച്ചായിരുന്നു. അപ്പോൾ കംപ്ലൈൻ്റ് ആയ സ്പീക്കർ, ബൂഫർ, സബ് ബൂഫർ ഇതൊക്കെ എല്ലാം നമുക്ക് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. സ്പീക്കർ, ബൂഫർ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കോയിലുകൾ, കോൺ പേപ്പർ, ഡസ്റ്റ് ക്യാപ്പ്, അതുപോലെ സ്പൈഡർ ഇതെല്ലാം മേടിക്കാൻ കിട്ടും. അതുപോലെ ഇങ്ങനെയുള്ള കോൺ പേപ്പറുകൾ 4 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് എന്നിങ്ങനെയാണ് കിട്ടുന്നത്. ഈ കാണുന്ന പോലെ റൗണ്ട് ടൈപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഓവൻ ടൈപ്പ് സ്പീക്കറുകൾക്കൊന്നും ഉപയോഗിക്കുന്ന കോൺ പേപ്പറുകൾ നിലവിൽ കിട്ടുന്ന ആരും അറിയില്ല. ഞാനിവിടെ ഇങ്ങനെയുള്ള സ്പെയറുകളെല്ലാം വാങ്ങിയത് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഈ കാണുന്ന 8 ഇഞ്ചിൻ്റെ ബൂഫറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോൺ പേപ്പറാണ്. ഇതിന് 38 രൂപയാണ് ആയത്. പിന്നെ ഡസ്റ്റ് ക്യാപ്പിന് 5 രൂപ. ഈ കാണുന്ന ഒരു 6 ഇഞ്ചിൻ്റെ കോൺ പേപ്പറിന് 15 രൂപയാണ് ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺ പേപ്പറുകളൊക്കെ മേടിച്ച് പേപ്പർ ഡാമേജ് ചെയ്ത സ്പീക്കറൊക്കെ നമുക്ക് തന്നെ സ്വയം റെഡിയാക്കി എടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ഒരു ചാനൽ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.